രോഹിത്തിന് ജാമ്യവും വാങ്ങി വീട്ടിലേക്ക് വരുന്നുണ്ട് ബാലചന്ദ്രൻ. രോഹിത്ത് ആ വീട് കാണുമ്പം അവന്റെ മനസ്സിന് വല്ലാത്ത കുളിർമയുണ്ട്. ബാലചന്ദ്രൻ അവനെയും കൂട്ടി അകത്തേക്ക് കയറുവരാണ്. കൃഷ്ണമോളും ബബിതയും അലീനയും എല്ലാവരും അവന്റെ വരവിനായിട്ട് അവിടെ കാത്തു നിൽക്കാണ്. അവനെ കണ്ടപാടെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങോട്ടേക്ക് അവൻ കയറി വരുന്നുണ്ട്. ബബിതയും കൃഷ്ണയും മിണ്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കയറി മുറിയടക്കാണ്. ബാലൻ പറയുന്നുണ്ട്, നിങ്ങളെയൊക്കെ ഫേസ് ചെയ്യാൻ അവനൊരു മടി കാണും, സാറില്ല, അതൊന്നും കാര്യാക്കണ്ട, അതൊക്കെ പതിയെ പതിയെ മാറിക്കോളും എന്ന് പറയാണ്. ഇതേ സമയത്ത് കൊല്ലപ്പള്ളിയിലാണെങ്കിലോ കമല ആകപ്പാടെ ദേഷ്യവും അമർഷവും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. കാരണം ഹരിക്കും ബാക്കിയുള്ള രണ്ടുപേർക്കും ജാമ്യം ലഭിച്ചിട്ടില്ല. കമല ചോദിക്കാണ്, ഞാൻ അന്നേ പറഞ്ഞില്ലേ ആ രോഹിത്തിന് വേണ്ടി ആ ശരണേനെ കാണാൻ പോയത് അലീനയാ. അവൾ പറഞ്ഞും വാഗ്ദാനം കൊടുത്തും അവളെ കൊണ്ട് മാറ്റി പറയിച്ചതാ, അല്ലാതെ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. എൻ്റെ മകന് ജാമ്യം കിട്ടാതെ അവന് ജാമ്യം കിട്ടിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് മനു പറയാണ്, അച്ഛൻ പറഞ്ഞതാ ശരി, നെല്ലിക്കത്തറ ഇടേണ്ട സമയമായി, അല്ലെങ്കിൽ പിന്നെ അമ്മ ഇങ്ങനൊന്നും പറയില്ലല്ലോ. അമ്മേ, രോഹിത് ആ പെങ്കൊച്ചിനെ ഉപദ്രവിച്ചിട്ടില്ല, അത് ആ പെങ്കൊച്ചിനെ നേരിട്ട് പറഞ്ഞ കാര്യമാണ്. പക്ഷേ അമ്മയുടെ മകനാണ് കേസിലെ ഒന്നാം പ്രതി. ആ പെങ്കൊച്ചിനെ ഇതുപോലെ നശിപ്പിക്കാൻ കാരണക്കാരനായവൻ അവൻ തന്നെയാ. ശരണയെ സ്നേഹിച്ചതും കൂട്ടുകാർ മുമ്പിൽ ഇട്ടുകൊടുത്തതും എല്ലാം ചെയ്തത് അമ്മയുടെ മകൻ ഒറ്റയൊരുത്തനാ. പിന്നെ അവന് ജാമ്യം കിട്ടുമെന്ന് അമ്മ എന്താ പറയുന്നത്? അതുകൊണ്ടാ ഞാൻ ഇവിടുന്ന് പോയപ്പോഴേ അച്ഛയുടെ പ്രതീക്ഷ വേണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ ബാലനങ്ങളിലും അലീനയ്ക്കും ഒരു 50% പ്രതീക്ഷ ഉണ്ടായിരുന്നു. ശരണയുടെ മൊഴിയിലായിരുന്നു അവരുടെ വിശ്വാസം. അതുപോലെ തന്നെ ശരണ ആ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അതുകൊണ്ടാ രോഹിക്ക് ജാമ്യം കിട്ടിയത്. അമ്മയ്ക്കിപ്പോ ഹരി പുറത്തിറങ്ങാത്തതിലല്ലോ, രോഹി പുറത്തിറങ്ങിയതിലാണല്ലോ വിഷമം എന്ന് പറയാണ്. ശിവൻ അവിടെ ആകപ്പാടെ തളർന്നിരിപ്പുണ്ട്. എടാ, ഞാൻ എന്തായാലും ഇന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിന് ദുബായിലേക്ക് പോവാ. ഇനി ഇവിടെ നിന്നിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. അടുത്ത പ്രാവശ്യത്തെ ചോദ്യം ചെയ്യലില് എന്താണെങ്കിലും ആ കുട്ടി നടന്നതെല്ലാം ജഡ്ജിയോട് പറയും. തെളിവുകളും അവർക്കെതിരാണല്ലോ. അതുകൊണ്ട് തന്നെ ജാമ്യമൊന്നും കിട്ടുന്നിനി എനിക്കൊരു പ്രതീക്ഷയില്ല. വക്കീലും അത് തന്നെയാ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ദുബായിക്ക് പോവാ. ഉള്ള ജോലിയും കളഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പോവാ എന്ന് പറയുന്നുണ്ട്. അത് തന്നെ അച്ഛാ നല്ലത്. ഞാനും എറണാകുളത്തേക്ക് പോവാ. ഇനി ഇവിടെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ജോലി നോക്കണമല്ലോ. ഓഹോ, അപ്പൊ രണ്ടുപേരെ വഴി നോക്കി പോവാണോ? അപ്പൊ എൻ്റെ മോന്റെ കാര്യം ആര് നോക്കും? ശിവൻ പറയാണ്, നീ ഒരു കാര്യം ചെയ്യ്, രാവിലെ തന്നെ ജയിലിലേക്ക് പോയിക്കോ. അവിടെ പോയിട്ട് നിന്റെ മോന്റെ കാര്യങ്ങളെല്ലാം നോക്കി അവന് ജാമ്യം എടുത്ത് അവനെ പുറത്തേക്ക് കൊണ്ടുപോവാ. അതേ ഇനി രക്ഷയുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശിവനകത്തേക്ക് കയറിപ്പോവാണ്. മനു മുത്തശ്ശിയുടെ അടുത്തേക്കും പോണുണ്ട്. കമല ആകെപ്പാടെ ദേഷ്യം പിടിച്ച് അതിലേക്ക് നടക്കാണ്. അകത്തേക്ക് കയറിയ മനുവിനോട് മുത്തശ്ശി ചോദിക്കാണ്, എന്തായി കാര്യങ്ങളൊക്കെ? രോഹിത്തിന് ജാമ്യം കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കമല കിടന്ന് ബഹളം വെക്കുന്നത് കേട്ടല്ലോ. ഹരിക്ക് ജാമ്യം കിട്ടിയില്ല അല്ലേ? അതേ മുത്തശ്ശി, ഹരിയാണ് ഇതിനെല്ലാം കാരണക്കാരൻ. ആ പെൺകുട്ടീനെ 1 വർഷമായിട്ട് സ്നേഹിക്കുന്ന പോലെ അഭിനയിച്ച് അവളെ ചതച്ച് കൂട്ടിക്കൊണ്ടുപോയി കൂട്ടുകാർക്ക് മുമ്പിൽ ഇട്ടുകൊടുത്തത് ആ ഹരിയാ. പക്ഷേ രോഹി ആ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് അവൻ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. പെൺകുട്ടി അവൻ എന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് കോടതിയിൽ പറയുകയും ചെയ്തു. അതുകൊണ്ടാ രോഹിത്തിന് ജാമ്യം അനുവദിച്ചത്. പക്ഷേ ബാക്കി 3 പേർക്കും ജാമ്യം കൊടുക്കില്ല. ഹരിയാണ് ഒന്നാം പ്രതി എന്ന് പറയുന്നുണ്ട്. അമ്മയ്ക്കിപ്പോ ഹരിയെ ജാമ്യം കിട്ടാത്തതിലല്ല, രോഹിക്ക് ജാമ്യം കിട്ടിയതാ ദേഷ്യം. അവള് പിന്നെ പണ്ടേ അങ്ങനല്ലേടാ. എന്തായാലും രോഹിക്കെങ്കിലും ജാമ്യം കിട്ടിയല്ലോ, അതന്നെ വലിയ കാര്യം അല്ലടാ. ഇനിയിപ്പോ ഹരിയുടെ കാര്യം എന്ത് ചെയ്യടാ? എന്താണെങ്കിലും നമ്മുടെ പയ്യനല്ലേ മുത്തശ്ശി, നമ്മുടെ പയ്യനെന്നോർത്തിട്ട് കാര്യമൊന്നുമില്ല. ഒരു പെങ്കൊച്ചിനെയാ അവൻ വലിച്ചു കീറിയത്. അതും നമ്മൾ ചിന്തിക്കണ്ടേ? എനിക്കുണ്ട് ഒരു പെങ്ങള്. അവനെ ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഞാൻ അടങ്ങിയിരിക്കോ? നമുക്ക് സഹിക്കാനാവോ? അതല്ലേ ഉള്ളൂ അവരുടെ വീട്ടുകാർക്ക്. നമ്മുടെ ചെറുക്കണമെന്ന് ചിന്തിക്കുമ്പോഴേ അതുകൂടി ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് മനു എഴുന്നേക്കാണ്. ഞാനിന്ന് വൈകുന്നേരം എറണാകുളത്തേക്ക് പോവാം. ഇനിയിപ്പോൾ ഉടനെയെങ്ങും വരവ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറേ വർക്കൊക്കെ പെൻഡിങ്ങിലുണ്ട്. അച്ഛനെന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിന് നേരെ ദുബായിക്ക് പോവാ. അച്ഛനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പോകുമെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് സംസാരിക്കാനും മിണ്ടാനും ആരും ഇല്ലാതായല്ലേടാ. ഞാനിവിടെ ഒറ്റയായല്ലേ. എന്ത് ചെയ്യാനാ മുത്തശ്ശി? ഇപ്പം എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അമ്മയുണ്ടല്ലോ. അമ്മയുണ്ടെന്നേ ഉള്ളടാ, അത് വലിയ കാര്യമൊന്നുമില്ല. അല്ല മുത്തശ്ശി, ഞാനൊരു കാര്യം പറയട്ടെ. വൈജാൻറ്റി വേറെ വീടെടുത്ത് മാറണമെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ മുത്തശ്ശിയെ കൂടി കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനി എന്താ സംഭവിക്കുന്നതെന്നും എനിക്കറിയില്ല.
ഈ വൈജ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യടാ? അവളെ മാറി താമസിച്ചാല് ആ ബാലചന്ദ്രന് ദേഷ്യം കൂടുതലേ ഉള്ളൂ. അലീന അവിടുന്ന് പോകത്തുമില്ല. ആ കുട്ടി അവിടുന്ന് പോയിരുന്നെങ്കിൽ തന്നെ പകുതി പ്രശ്നം ഒതുങ്ങിയാനെ. മുത്തശ്ശിന്റെ വർത്താനാ പറയുന്നേ. അലീന എന്തിനാ അവിടുന്ന് പോണേ? അലീന ബാലങ്ങളുടെ മോളല്ലേ? എടാ എന്ന് വെച്ച് വൈജയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ വൈജയ്ക്ക് ഇഷ്ടമില്ലെന്ന് വെച്ച് അവൾ അവിടെ നിൽക്കണ്ടേ? വൈജയാനി അത്ര പുണ്യവതിയൊന്നും അല്ലല്ലോ. ഒന്ന് മനസ്സിരുത്തി ആലോചിച്ച് നോക്കിയാലേ പുള്ളിക്കാരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. എന്നിട്ട് താൻ വലിയ പതിവ്രതയാണെന്ന് അഭിനയിച്ചുകൊണ്ടല്ലേ ഈ കാണിക്കുന്ന അട്ടഹാസങ്ങളെല്ലാം. ഞങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ച് വലിയ സാവിത്രി ചമയുമ്പോഴേ ഞങ്ങൾക്കൊക്കെ നല്ല ദേഷ്യ വരുന്നത്. മുഖത്ത് നോക്കി രണ്ട് വർത്താനം പറയാൻ തോന്നിക്കുന്നുണ്ട്. പിന്നെയും വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ വായടച്ച് നിൽക്കാം. ഞാൻ മാത്രമല്ല, ബാലനങ്ങളും അതുപോലെ തന്നെ എല്ലാവരും. ബാലനങ്ങളിന് സത്യങ്ങളെല്ലാം അറിയാമെന്ന് മുത്തശ്ശിക്ക് അറിയാലോ. ഏത് നിമിഷമാണ് അത് പൊട്ടിത്തെറിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മോളെ ഒന്ന് ഉപദേശിച്ചേരെ അടങ്ങി ഒതുങ്ങി നടക്കാൻ പറ. അഹങ്കാരവും തലക്കനവും എല്ലാം കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ജീവിക്കാൻ പറ. താനെന്താ വലിയ സംഭവമാണെന്നാ വൈജയാനിയുടെ വിചാരം. അതങ്ങ് മനസ്സിൽ വെച്ചേക്കാൻ പറഞ്ഞേക്ക്. ഞാനെന്തായാലും പോവാന്നും പറഞ്ഞിട്ട് മനു അവിടുന്ന് പോണുണ്ട്. ഈ സമയം ബബിത വിളിച്ചിട്ട് വൈജയോട് രോഹി പുറത്തിറങ്ങി എന്നുള്ള കാര്യം പറയാണ്. ജാമ്യം കിട്ടി രോഹിയുടെ വീട്ടിൽ വന്നെന്ന് പറയുമ്പം വൈജയ്ക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. വൈജയാണെങ്കിലോ ബബിതയോട് പറയാണ്, മോളെ നാളെ തന്നെ വീട് റെഡിയാവും. അങ്ങനെയാണെങ്കിൽ നീ രോഹിയും എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം. പിന്നെ ഞാൻ മുത്തശ്ശിയെ കൂടി വിളിച്ചിട്ടുണ്ട്. നമുക്കൊരു കൂട്ട് കാണാമല്ലോ. കമലയെടുത്തി മുത്തശ്ശിയെ നോക്കില്ല. നിനക്കറിയാലോ ഇപ്പൊ തന്നെ രോഹിക്ക് ജാമ്യം കിട്ടിയതിൽ നല്ല കല്ലുകടി ആയിരിക്കും എന്ന് പറയാണ്. അല്ല എന്നിട്ട് അവനവിടെ വന്നപാടെ മുറിയിൽ കയറി കഥ അടച്ചു. ഞങ്ങളവിടുന്ന് മിണ്ടോ ഞങ്ങളുടെ മുഖത്ത് നോക്കുകയൊന്നും ചെയ്തിട്ടില്ല. ആകെപ്പാടെ ഡിപ്രഷൻ അടിച്ച പോലെയാ. അല്ല അവളവിടെ അലീന ഇവിടെ ഉണ്ട്. അവള് കാരണം എൻ്റെ മോൻ ഇറങ്ങിയെന്നാ അവളുടെ വിചാരം. അങ്ങനെ തന്നെയാ ഇവിടുത്തെ പറച്ചിലും. അവളാണല്ലോ ഷർണെടുത്ത് പോയി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്നത്. അതുകൊണ്ട് അവള് കാരണമാണെന്നാ അവളും പറയുന്നേ. ഇനിയിപ്പോ അത് കേൾക്കേണ്ടി വരുമല്ലോ ഈശ്വര എന്ന് വൈജ പറയാണ്. ഞാൻ വൈകിട്ട് വിളിക്കാം. എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നും എപ്പോഴാ പോകേണ്ടതെന്നൊക്കെ ഞാൻ വൈകിട്ട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് വൈജ ഫോൺ കട്ടാക്കാണ്. ശേഷം വൈജയൊക്കെ വീട് മാറാണ്. ആ സമയം രോഹിയും ഭവിതയെല്ലാം ആ കൂടെ പോണുണ്ട്. മുത്തശ്ശിയെ കൂടി വൈജ ആ കൂടെ കൊണ്ടുപോവാണ്. അങ്ങനെ അലീനയാണെങ്കിലോ ഇതൊക്കെ അറിഞ്ഞ് ആകപ്പാടെ മനോവിഷമത്തിലാണ് കേട്ടോ. പോകാൻ നേരം ബബിജിയോട് രോഹിത്തിനോടും അലീന കാല് പിടിച്ച് പറഞ്ഞെങ്കിലും അവരൊന്നും കേൾക്കാതെ ചവിട്ടി എറിഞ്ഞുകൊണ്ട് അവിടുന്ന് പോവാണ് കേട്ടോ ചെയ്തത്. ഇതറിഞ്ഞ് ബാലചന്ദ്രനും ഒരുപാട് വിഷമായി. ബാലൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഞാനിതൊക്കെ കരുതിയതാ. അവരെൻ്റെ കൂടെ നിൽക്കില്ല എന്നും എനിക്കറിയായിരുന്നു. അവരവർ അമ്മയുടെ കൂടെ പോകുള്ളെന്ന് ഞാൻ ഊഹിച്ചതാ. അതുകൊണ്ട് വലിയ വിഷമമൊന്നുമില്ല, സാരമില്ല എന്നും പറഞ്ഞ് മുറിയിലേക്ക് പോവാണ്. അലീന പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇവിടുന്ന് പോകേണ്ട സമയമായി കൃഷ്ണമോളെ. ഞാൻ എന്തായാലും പോവാം. ചേച്ചി കൂടി പോയാൽ പിന്നെ ഞാനും അച്ഛനും ഒറ്റയ്ക്കാവില്ലേ? മോളെ ഞാനിവിടെ ഉള്ളിടത്തോളം കാലം വരില്ലെന്നല്ലേ മോളുടെ അമ്മ പറഞ്ഞത്. ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ അമ്മ വരും. അമ്മയും രോഹിത്തേട്ടനും അതുപോലെ ബബിതേച്ചിയും ഒക്കെ ആയിട്ട് മോൾക്ക് സന്തോഷമായിട്ട് കഴിയാം. പഴയതുപോലെ ഈ നെടുമ്പരിക്കൽ വീട് വളരെ മനോഹരമാകും. ഈ അലീന എന്ന നാശം പിടിച്ചവള് ഇവിടെ വന്ന് കയറിയത് പിന്നെയാ ഈ കുടുംബത്തിന് സമാധാനം പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പോയി കഴിഞ്ഞാൽ അതെല്ലാം മാറിക്കോളും എന്ന് പറയുന്നുണ്ട്. കൃഷ്ണമോക്ക് ആകെപ്പാടെ സങ്കടമാകുന്നുണ്ട്. അങ്ങനെ ഒരാഴ്ചയോളം കഴിയാണ്. എങ്ങോട്ടെങ്കിലും മാറാനായിട്ട് അലീന ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ രേവതിക്കുട്ടി ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ്. അത് വേറെ ആരുടെയും വീടല്ല കേട്ടോ, ടോണിയുടെ വൈഫുണ്ടല്ലോ ഷെറിൻ്റെ വീട്. ആ ഷെറിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. ഷെറിനെ നോക്കാനായിട്ടാണ് രേവതിക്കുട്ടി അവളെ ഏർപ്പാടാക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും ആവുന്ന ശ്രമിച്ചിട്ടും ആ കുട്ടി എവിടെയാണെന്ന് അറിയാൻ സാധിച്ചില്ലല്ലോ. അപ്പോൾ ആ പെണ്ണിനെ നോക്കാനായിട്ട് ഒരു കെയർ ടേക്കറിന് ആവശ്യമുണ്ടെന്ന് അവർ മനസ്സിലാക്കാണ്. അങ്ങനെയാണെങ്കിൽ അലീന അവിടെ ചെല്ലുകയാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആ രഹസ്യം മനസ്സിലാക്കാമല്ലോ. ആ കുട്ടി, അതായത് ഷെറിൻ്റെ കുട്ടി എവിടെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാമല്ലോ. അതിനുവേണ്ടിയാണ് അലീനനെ അങ്ങോട്ടുവിടാൻ രേവതിക്കുട്ടി ശ്രമിക്കുന്നത്. അപ്പോൾ അലീനയും ഈ ഒരവസ്ഥയിൽ അങ്ങോട്ടേക്ക് പോകണതാണ് നല്ലതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ മനുവിൻ്റെയും ബാലന്തിനൊക്കെ സമ്മതമൊക്കെ മേടിച്ചുകൊണ്ടാണ് അലീന പോകാൻ തയ്യാറാവുന്നത്. അതിന് കുറച്ച് ദിവസം മുന്നേ ഉള്ള സ്റ്റോറിയാണ് കേട്ടോ. അങ്ങനെ പോകാൻ തയ്യാറായി നിൽക്കുകയാണ്.
വൈജയുടെ വീട്ടിലാണല്ലോ ഇപ്പോൾ രോഹിയും ബബിതയൊക്കെ താമസിക്കുന്നത്. അവിടെ വെച്ച് രോഹി അവൻ്റെ ലാപ്ടോപ്പ് മറന്നു വെച്ചിട്ടാണ് പോയത്. ആ ലാപ്ടോപ്പ് എടുക്കാനായിട്ട് അവൻ നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ ലാപ്ടോപ്പൊക്കെ നേരത്തെ തന്നെ ഗോവർദ്ധൻ്റെ കയ്യിൽ അലീന കൊടുത്തു വിട്ടിരുന്നല്ലോ, അതൊന്നും രോഹി അറിയുന്നില്ല. അങ്ങനെ രോഹി വീട്ടിലേക്ക് കയറി വരുമ്പം അലീന ആഹാ രോഹി എന്ന് ചോദിക്കാണ്. ഒന്നും മിണ്ടാതെ അങ്ങോട്ട് മാറി നിൽക്കടി എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോണുണ്ട്. അങ്ങനെ മുറിയിലേക്ക് ചെന്നിട്ട് അവൻ്റെ ലാപ്ടോപ്പ് അവിടെല്ലാം അരിച്ചു പെറുക്കുന്നുണ്ട്. എന്നിട്ട് ആ ബെഡ്ഷീറ്റും ബാക്കിയെല്ലാം വലിച്ചെറിയാണ്. അലീന വന്നിട്ട് ചോദിക്കാണ്, എന്താ രോഹി കാണിക്കുന്നേ, എന്താ വേണ്ടത്, ഞാൻ എടുത്തു തരാം. നീ ആരാടി എടുത്തു തരാൻ, നീ ഒറ്റയൊരുത്തി കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇനിയും നിനക്ക് മതിയായില്ലേടി, ഇവിടെ നീ അട്ടിപ്പേര് കിടന്നോ, എൻ്റെ അച്ഛനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചോ, നിനക്കതല്ലേ വേണ്ടത്, ഈ സ്വത്തുക്കളല്ലേ വേണ്ടത്. ഞാനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും വഴിയാതരായപ്പോൾ നിനക്ക് സമാധാനമായല്ലോ എന്നൊക്കെ പറയുമ്പം അലീന പറയാണ്, ഞാൻ നിന്റെ കൂടപ്പിറപ്പാ, അല്ലാതെ നിന്റെ അച്ഛനെ വശീകരിക്കാൻ വന്നോളൊന്നുമല്ല. മിണ്ടി പോവരുത്, കൂടപ്പിറപ്പാണ് പോലും. ഇനി അക്ഷരം നിന്റെ വായിന്ന് ഞാൻ കേട്ടു പോവരുത്. നീ കാരണമാണ് എൻ്റെ കുടുംബം തകർന്നത്, ഈ അവസ്ഥയിലേക്ക് എത്തിയത്, എൻ്റെ അമ്മ കിടപ്പിലായത്, എല്ലാത്തിനും കാരണക്കാരി നീയാ എന്നൊക്കെ പറയുമ്പോൾ അലീന മിണ്ടാന്ന് കരയാണ്. അപ്പോഴേക്കും അവിടെ കിടന്ന് തപ്പുന്നത് കാണുമ്പോഴേക്കും കൃഷ്ണ ചോദിക്കുന്നുണ്ട്, എന്തായിട്ടാ, എന്തായി തപ്പുന്നത്, എടി എൻ്റെ ലാപ്ടോപ്പ് എവിടെ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, പോലീസുകാർ ഇവിടെ വന്ന് തെളിവെടുപ്പിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ സമയത്ത് നിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ കണ്ടാൽ പ്രശ്നമാവുമെന്ന് എനിക്ക് തോന്നി. കുറേ CD-യും കുറേ പെൻഡ്രൈവും വൃത്തികെട്ട കുറേ പുസ്തകങ്ങളും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു ഇവിടെ. അതെല്ലാം ഞാൻ ഗോവർദ്ധനങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തയച്ചു എന്ന് പറയുന്നുണ്ട്. ആരോട് ചോദിച്ചിട്ടാടി എൻ്റെ സാധനമൊക്കെ നീ വാരി കൊടുത്തത്? അപ്പോൾ അലീന പറയുന്നുണ്ട്, അതിനകത്തുണ്ടായിരുന്നതെല്ലാം അശ്ലീലമായ കാര്യങ്ങൾ മാത്രമായിരുന്നു. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് ഞാനതെല്ലാം വാരി കൊടുത്തത്. ആ ലാപ്ടോപ്പിൽ എൻ്റെ അത്യാവശ്യമായ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഇനി ഞാൻ ആരോട് ചോദിക്കും എന്ന് ചോദിക്കുമ്പോൾ അലീന പറയാണ്, അന്ന് അവിടുന്ന് ആ പെൻഡ്രൈവും ആ CD-കളും ആ പുസ്തകങ്ങളുമെല്ലാം ആ പോലീസുകാരെ കൊണ്ടുവരുന്നെങ്കിൽ അതിലപ്പുറം പ്രശ്നമായേനെ, അതുകൊണ്ടാണ് നേരത്തെ തന്നെ അത് ഞാൻ കൊടുത്തു വിട്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന രോഹിത്ത് അലിയുടെ കവിളത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. ഇത് കണ്ട് കൃഷ്ണമോള് ഞെട്ടിപ്പോവാണ്. രോഹിയേട്ടാ എന്തായി കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ മിണ്ടി പോവരുത്, ഇത് ഞാൻ ഓങ്ങി വെച്ചിട്ട് കുറെ കാലമായി. എൻ്റെ അമ്മയുടെ അച്ഛനെ ജീവിതം തകർത്ത് ഞങ്ങളുടെ സ്വസ്ഥത കളയാൻ കയറി വന്ന രാക്ഷസിയാ നീ. നിനക്കിട്ട് ഇതെങ്കിലും തന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ മോനല്ലാതായി പോവും എന്നും പറഞ്ഞുകൊണ്ട് താഴേക്ക് സ്റ്റെയർ ഇറങ്ങി വരുന്നുണ്ട്. അലീന ഈ സമയം ഞെട്ടി നിൽക്കാണ്. ഇടത്തേ കവിളത്ത് കയ്യും വെച്ചുകൊണ്ട് അവൾ ഞെട്ടി നിൽക്കുമ്പോഴേക്കും കൃഷ്ണമോൾ വന്നിട്ട് ചേച്ചി എന്ന് വിളിക്കാണ്. ഇങ്ങോട്ട് ഇറങ്ങി വന്ന ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് താഴേക്ക് വരുന്നുണ്ട്. രോഹിയേട്ടാ നിൽക്കവിടെ എന്ന് പറയാണ്. എന്താടി ഇനി നിനക്കിട്ടുകൂടി വേണോ? അവളുടെ വാലും പിടിച്ച് നീ നടക്കല്ലേ, നിനക്കിപ്പോ അമ്മേനെയോ അച്ഛനെയോ ഒന്നും അല്ല ആവശ്യം, ഇവളെയല്ലേ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. എന്താ ഇവിടെ പ്രശ്നം, രോഹി മോനെ നീ എപ്പോഴാ വന്നത് എന്ന് ചോദിക്കാണ്. അലീന പെട്ടെന്ന് തന്നെ കണ്ണുനീരൊക്കെ തുടച്ച് ഫേസ് ബാലചന്ദ്രൻ നേരെ തിരിക്കാതെ അവിടെ നിൽക്കാതിരിക്കും. കൃഷ്ണയോട് ബാലൻ ചോദിക്കാണ്, എന്താ മോളെ, എന്താ പ്രശ്നം? അത് പിന്നെ അച്ഛാ, അലീന ചേച്ചിനെ രോഹിത്തേട്ടൻ അടിച്ചു. എന്താ, രോഹിത്ത് അടിച്ചെന്നോ? രോഹിത്തെ എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നേ എന്ന് ചോദിക്കാണ്. അതെ, ഞാനിവളെ തല്ലി. കുറെ നാളുകൊണ്ട് ഞാൻ ഓങ്ങി വെച്ചതാ. എൻ്റെ അച്ഛനമ്മയുടെ ജീവൻ തകർത്ത് ഇങ്ങോട്ടേക്ക് കയറി വന്നോളല്ലേ ഇവൾക്ക് ഇവിടെ നിൽക്കാനുള്ള എന്ത് യോഗ്യതയാ ഉള്ളത്? ഏതോ അനാഥാലയത്തിൽ ഏതോ ഒരു പിഴച്ചതള്ള പ്രസവിച്ചിട്ട് പോയതല്ലേ ഇവളെ. എന്നിട്ടോ ഇവളിവിടുത്തെ അധികാരിയായിട്ട് ഭരണാധികാരിയുടെ നിൽക്കല്ലേ. ഇവളെ ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാനാവില്ല. എൻ്റെ അമ്മയ്ക്ക് ആക്സിഡന്റ് ഉണ്ടാവാനും അച്ഛൻ അറ്റാക്ക് വരാനും എൻ്റെ അമ്മ ഇപ്പോൾ ആ അവസ്ഥയുടെ കിടക്കാനും ഈ വീട് മാറി താമസിക്കാനെല്ലാം കാരണക്കാരി ഇവൾ ഒറ്റ ഒരുത്തിയാ. എല്ലാത്തിനും കാരണം ഇവള് മാത്രാ. അവള് ഇന്നെൻ്റെ ലാപ്ടോപ്പ് സഹിതം എടുത്തു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ലാപ്ടോപ്പോ, ഏത് ലാപ്ടോപ്പ് എന്ന് ചോദിക്കുമ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛാ ഇവിടെ തെളിവെടുപ്പിനായിട്ട് പോലീസുകാർ വരുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന CD-യും ചേട്ടൻ്റെ മുറിയിലെ കുറെ പന്ന പുസ്തകങ്ങളും പെൻഡ്രൈവും ലാപ്ടോപ്പും എല്ലാം അയലിന ചേച്ചി ഗോവർദ്ധനങ്ങളുടെ കയ്യിൽ കൊടുത്തു വിട്ടിരുന്നു. അതുകൊണ്ട് പോലീസുകാർ വന്നപ്പം അങ്ങനത്തെ സാധനങ്ങളൊന്നും കണ്ടെത്താനായില്ല.
അന്ന് ചേച്ചി ചെയ്തത് ശരിയായിരുന്നു. കാരണം പോലീസുകാർ വന്നിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. അതേസമയം ഹരിയേട്ടന്റെ മുറിയിൽ നിന്ന് മയക്കുമരുന്നും കുറെ പുസ്തകങ്ങളും സീഡികളും അങ്ങനെ പല പല സാധനങ്ങളും കിട്ടി. അതെല്ലാം തന്നെ കോടതിയിൽ വലിയൊരു തെളിവാ. അതുണ്ടാവാതിരിക്കാനാ ചേച്ചി ചെയ്തത്. ഇപ്പോൾ ലാപ്ടോപ്പ് അന്വേഷിച്ച് വന്നിട്ടാണ് ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എടാ, നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ അവൾ അതൊക്കെ ചെയ്തത്. അമ്മാതിരി പരിപാടിയായിരുന്നല്ലോ നീ മുറി വെച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഹരിയുടെ കൂടി വേണ്ടാത്ത തോന്നിവാസങ്ങളെല്ലാം നീ ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? അലീന അന്നങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ആ തെളിവ് കൂടി കോടതിയിൽ അവര് ഹാജരാക്കില്ലായിരുന്നോ എന്ന് ചോദിക്കാണ്. എന്റെ കുറെ അസൈൻമെന്റും പ്രൊജക്റ്റും എല്ലാം ആ ലാപ്ടോപ്പിലുണ്ടായിരുന്നു. ഞാനിനി അതൊക്കെ എവിടെ പോയി അന്വേഷിക്കും എന്ന് ചോദിക്കാണ്. അപ്പൊ അലീന പറയുന്നുണ്ട്, ഗോവർദ്ധനങ്ങളുടെ കയ്യില് അതൊക്കെ സുരക്ഷിതമായിട്ടുണ്ട്. മോശപ്പെട്ട വസ്തുക്കളെ മാത്രമേ അദ്ദേഹം നശിപ്പിച്ചുള്ളൂ, ബാക്കിയെല്ലാം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് പറയാണ്. കേട്ടല്ലോ, നിന്റെ ഒന്നും അവൾ നശിപ്പിച്ചിട്ടില്ല. നിന്നെ രക്ഷിക്കാനാ അവൾ നോക്കിയത്. മതി, എന്നെ രക്ഷിക്കാൻ ഒരുത്തി നോക്കണ്ട. ഇവളച്ഛന്റെ മകളൊന്നും അല്ല, ആരെന്നൊക്കെ എനിക്കറിയാം. അച്ഛനെ തോന്നിവാസം കാണിച്ച് നടക്കുമ്പോ പിന്നെ മക്കളെങ്ങനെ നേരെയാവുന്നത് എന്ന് ചോദിക്കാണ്. ഞാൻ എൻ്റെ തോന്നിയാസാടാ കാണിച്ചത്. എൻ്റെ തോന്നിയാസാണെന്ന് അച്ഛൻ അറിയില്ലേ? എവിടെയോ കിടന്ന ഒരുത്തയെ കൊണ്ടുവന്നിട്ട് അച്ഛൻ്റെ മകളാണെന്ന് പറഞ്ഞ് അച്ഛൻ ഞങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുകയല്ലേ? ശരിക്കും ഇത് അച്ഛൻ്റെ മകളല്ലെന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഇതിപ്പോ അച്ഛന് കല്യാണം കഴിക്കാൻ ഇവളെ കൊണ്ട് നിർത്തിയിരിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പം ബാലൻ പറയാണ്, മോനെ ഇങ്ങനെയൊന്നും നീ പറയരുത്. അവൾ ആരാണെന്ന് നിനക്കറിയോ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും അലീന അച്ഛാ വേണ്ട എന്ന് പറയുന്നുണ്ട്. കൃഷ്ണ പറയാണ്, വേണം ചേച്ചി വേണം. എല്ലാം രോഹിയേട്ടനെങ്കിലും അറിഞ്ഞിരിക്കണം. അതാ വേണ്ടത്. അല്ലാതെ ഇനി ഇങ്ങനെ മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ രോഹി ചോദിക്കാണ്, വേണ്ട, പുതിയ കള്ളക്കഥകളുമായിട്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണ്ട. ഇവളാരാന്നൊക്കെ എനിക്കറിയാം. നീ കൂടുതൽ പതിവ്രതയൊന്നും ചമയണ്ട. സ്വന്തം അച്ഛൻ്റെ പ്രായമില്ലടി നിങ്ങർക്ക്. എന്നിട്ട് നാണമില്ലല്ലോ നിനക്ക് ഇങ്ങനോട് കുത്തിമറിയാൻ എന്ന് ചോദിക്കാണ്. ഇത് കേട്ട അലീനയ്ക്ക് അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു. അപ്പോഴേക്കും അച്ഛൻ ബാലൻ വന്നിട്ട് രോഹിയുടെ കർണക്കൂട്ട് നോക്കി ഒറ്റ അടി കൊടുക്കുന്നുണ്ട്. അയ്യോ അച്ഛാ വേണ്ടാന്ന് പറഞ്ഞ് അലീന തടയാണ്. മാറി നിൽക്കും മോളെ, ഇവൻ പറഞ്ഞത് കേട്ടില്ലേ? ഇവനെ എങ്ങനെ വേർതിട്ടാൻ പറ്റില്ല. അടിക്ക്, തല്ലിക്കൊല്ല്. ഇവക്ക് വേണ്ടി അതും ഇനി അച്ഛൻ ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണ പറയാണ്, ഈ നിൽക്കുന്നത് ആരാന്ന് ചേട്ടൻ അറിയോ എന്ന് ചോദിക്കാണ്. ബാലൻ പറയാണ്, ഇത് എൻ്റെ മകളല്ല. നീ പറഞ്ഞത് സത്യ. ഇത് എനിക്കുണ്ടായ കുട്ടിയല്ല. വിവാഹത്തിന് മുമ്പ് എനിക്ക് വേറെ അവിഹിതമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് ആറ് കുട്ടിയാണെന്ന് നിനക്കറിയോ എന്ന് ചോദിക്കാണ്. രോഹി ബാലനെ അതിശയത്തോടെ ആശ്ചര്യത്തോടെ നോക്കുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, കയ്യും കാലും ഒടിഞ്ഞ് ഒരുത്തിയോടെ കിടപ്പണല്ലോ നിന്റെ വീട്ടില്, ആ വാടക വീട്ടില് അവളുടെ കുഞ്ഞായത്. അതായത് നിന്റെ അമ്മ വൈജ വിവാഹത്തിന് പ്രസവിച്ച മോളാണ് അലീന എന്ന് പറയാണ്. ഇത് കേട്ട് ഞെട്ടുതിരിഞ്ഞ് രോഹി നോക്കുന്നുണ്ട്. എന്നിട്ട് രോഹി ചോദിക്കാണ്, ഓഹോ ഇതെന്താ പുതിയ കഥയാണോ, കള്ളക്കഥ? അപ്പോഴേക്കും ബാലൻ പറയാണ്, നീ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. ഈ സത്യങ്ങൾ അറിയാവുന്ന ഞങ്ങൾ മൂന്നുപേര് മാത്രമല്ല ഈ ലോകത്തുള്ളത്. നിന്റെ അമ്മാവന്മാരുണ്ടല്ലോ, ശിവേട്ടനും ഹരിയേട്ടനും ഗംഗേട്ടനും ഒക്കെ, അവർക്കെല്ലാം ഈ സത്യങ്ങൾ അറിയാം. പിന്നെ നിന്റെ മുത്തശ്ശിക്കും സത്യമെല്ലാം അറിയാം. ഹലീന മകളാണെന്നറിയില്ല, പക്ഷേ നിന്റെ അമ്മ പണ്ടൊന്ന് പിഴച്ച് പെറ്റതാണെന്ന് അവർക്കറിയാം. ഇത് കേട്ട് രോഹി ആകപ്പാടെ ഞെട്ടി നിൽക്കാണ്. ഇതിനും വലിയ തെളിവുകൾ നിനക്ക് വേണോ? മനു ഉണ്ടല്ലോ, മനു, അവനും അറിയാം അലീന വൈജയുടെ മകളാണെന്ന്. പക്ഷേ വൈജയ്ക്ക് അറിയില്ല അലീന, ഈ നിൽക്കുന്ന അലീന നിന്റെ അമ്മയ്ക്കുണ്ടായ മോളാണെന്ന്. പറയടാ, തെറ്റ് ചെയ്തത് ഞാനാണോ എന്ന് ചോദിക്കാണ്. രോഹിക്ക് ഇതൊന്നും വിശ്വസിക്കാനാവുന്നില്ല. രോഹി പറയാണ്, ഇല്ല ഞാൻ വിശ്വസിക്കില്ല. ഇതെല്ലാം പച്ചക്കള്ള. എൻ്റെ അമ്മയെ മോശക്കാരിയാക്കാൻ അച്ഛൻ ശ്രമിക്കാം. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, അല്ല അച്ഛൻ പറഞ്ഞതൊക്കെ സത്യ രോഹിയേട്ടാ. അല്ല ചേച്ചി അമ്മയുടെ മകളാ. ഈ കാര്യം അങ്കിൾമാർക്കും മുത്തശ്ശിക്കും മുത്തശ്ശനും എല്ലാവർക്കും അറിയാം, മനുവേട്ടനും അറിയാം. അപ്പോൾ രോഹി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, കഥ എന്താണെന്ന് ഞാൻ പറയാം. നിന്റെ അമ്മേനെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ ഒരുപാട് സ്നേഹിച്ചതാ. പക്ഷേ ആ വീട്ടിലെ വേലക്കാരൻ്റെ മകളായതുകൊണ്ട് തന്നെ, മകനായതുകൊണ്ട് എനിക്കൊരു സ്ഥാനം അവർ നൽകിയില്ല. പെണ്ണാലോചിച്ചപ്പോൾ അവരെന്നെ ചീത്ത പറഞ്ഞ് ഓടിക്കാ ചെയ്തത്. നിന്റെ മുത്തശ്ശൻ
അത് കഴിഞ്ഞ് 2 വർഷത്തേക്ക് ഞാൻ ദുബായിലേക്ക് പോയി. ജോലി ചെയ്യാനും കാശുണ്ടാക്കാനും ഒക്കെ എനിക്കൊരു ആക്രാന്തമായിരുന്നു. എങ്ങനെയെങ്കിലും അവരുടെ മുമ്പിൽ ജയിച്ചു കാണിക്കണം, വൈജയം നേടണം എന്ന് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അതിനുവേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് പ്രയത്നിക്കുകയായിരുന്നു. ആ സമയം ജോലിക്ക് വേണ്ടി ആഗ്രയിലേക്ക് ഗംഗേട്ടിനടുത്തേക്ക് പോയതാ നിന്റെ അമ്മ. അവിടെ വെച്ച് ഒരു സ്റ്റാൻലി ജോസഫിനെ പരിചയപ്പെട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. അതിനിടെ നിന്റെ അമ്മ ഗർഭിണിയായി. 7 മാസം ഗർഭാവസ്ഥയിൽ ഈ സ്റ്റാലിനി കൈയൊഴിഞ്ഞ് എവിടെയോ മുങ്ങി. നിന്റെ അമ്മ അവിടെ അനാഥയെ പോലെ നിന്നു. ഈ പറഞ്ഞ ആങ്ങളമാരും അച്ഛനും എല്ലാം കൂടിയിട്ട് നിന്റെ അമ്മയെ തിരികെ ഇവിടേക്ക് കൊണ്ടുവന്നു. ഇതൊന്നും പൊട്ടനായി ഞാൻ അറിയുന്നില്ലായിരുന്നു. അങ്ങനെ നിന്റെ അമ്മ ഇവിടെ വന്നതിന് ശേഷം അവളെ ആരും അറിയാതെ കൊട്ടാരക്കരയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രസവിപ്പിച്ചു. അതിനുശേഷം ആ കുട്ടിയെ കൊണ്ടുപോയി ഓർഫനേജിലേക്ക് കൊടുത്തു. പക്ഷേ നിന്റെ അമ്മയ്ക്ക് ഇപ്പോഴും സത്യം അറിയില്ല. അമ്മയ്ക്ക് അങ്ങനെ ഒരു മോൾ ഉണ്ടായെന്നും ജീവനുണ്ടെന്നും ഇപ്പോഴും അറിയില്ല. നിന്റെ മുത്തച്ഛനുണ്ടല്ലോ, അങ്ങേരെന്താ അന്ന് നിന്റെ അമ്മയോട് പറഞ്ഞെന്നറിയോ? ആ കുട്ടി മരിച്ചു പോയെന്ന്. ഇതൊക്കെ കേട്ട് അലീന കരയുമ്പോൾ രോഹി അലീനേനെ ദുഃഖത്തോടെ നോക്കുന്നുണ്ട്. അതേടാ, ഞാൻ പറഞ്ഞതൊക്കെ സത്യ. നിന്റെ അമ്മയോട് നിന്റെ മുത്തശ്ശി പറഞ്ഞതേ ആ കുട്ടി മരിച്ചു പോയെന്നാ. പക്ഷെ മരിച്ചില്ലായിരുന്നു. ആരും അറിയാതെ സ്നേഹനികേതം എന്ന അനാഥാലയത്തിലെ പ്രജിത്താമ്മയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയായിരുന്നു അലീനെന്ന് പറഞ്ഞ ആ ചോര കുഞ്ഞിനെ ഒരു മനസാക്ഷി ഇല്ലാതെ നിന്റെ മുത്തശ്ശൻ. അമ്മയുടെ ചൂടെന്താണെന്നോ മുലപ്പാലിൻ്റെ രുചി എന്താണെന്നോ പോലും അറിയാതെ ഈ പാവം കുഞ്ഞിനെ ആ ഓർഫനേജിൽ എത്തിച്ചു നിന്റെ ആ കാലിൻ മുത്തശ്ശൻ എന്ന് പറയാണ്. അതിനുശേഷം നിന്റെ അമ്മ വല്ലാത്ത ഡിപ്രഷനിലൊക്കെ ആയിരുന്നു. അങ്ങനെ 2ാമത്തെ വർഷം ഞാൻ തിരികെ വന്നു, വലിയ കോടീശ്വരനായിട്ട്. ആ സമയം തിരികെ വന്നപ്പോൾ നിന്റെ അമ്മ കല്യാണം കഴിക്കാൻ സമ്മതിച്ചു എന്നാ അവർ പറഞ്ഞത്. പെണ്ണാലോചിച്ച് വന്നപ്പോൾ അവർക്ക് പൂർണ്ണ സമ്മതം. എൻ്റെ കാശും എൻ്റെ വളർച്ചയും കണ്ടാണെന്നാ ഞാൻ കരുതിയത്. പക്ഷേ 23 വർഷം ശേഷമാണ് ഞാൻ അറിയുന്നത് അവക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതുകൊണ്ട് ഇനി വേറെ കല്യാണം ചെയ്ത് നടന്നാലും ആരെങ്കിലും തിരിച്ചറിയുമെന്ന് പേടിച്ചിട്ടാ അവർ ആ ചതി എന്നോട് ചെയ്തത്. 23 വർഷക്കാലം ഈ സത്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇപ്പോഴാ എനിക്കെല്ലാം മനസ്സിലായത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബാലൻ പറയാണ്, എങ്ങനെ സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞെന്ന് നിനക്കറിയോ? ഇവളിവിടെ വന്നത് എന്നെ സത്യം അറിയിക്കാനല്ല. കൊല്ലപ്പള്ളിയിലേക്ക് ആ പ്രജിതാമമ്മി മരിച്ചതിന് ശേഷം നിന്റെ മുത്തശ്ശൻ പോയി കൊണ്ടുവരായിരുന്നു ഒരു ഹോം നേഴ്സായിട്ട് നിൽക്കാനായിട്ട്. രേവതിക്കുട്ടിയും അങ്ങനെ ബാക്കിയുള്ള പലരെയും പല പല സ്ഥലങ്ങളിലേക്കും അവർ സേഫാക്കി. ആ സമയത്ത് അലീനനെ വേലക്കാരിയെ പോലൂടെ കൊണ്ടുവന്നപ്പോൾ അയാള് എങ്ങനെയെങ്കിലും വൈജയോട് അത് നിന്റെ മകളാണെന്ന് പറയാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ നടന്നിട്ടില്ല. അങ്ങനെയാ അലീന അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വരുന്നത്, സ്വന്തം അമ്മയെ കാണാനും കാര്യങ്ങൾ പറയാനും അമ്മയൊന്ന് മനസ്സിലാക്കാനും. പക്ഷേ നടന്നത് നേരെ തിരിച്ചായിപ്പോയി. നിന്റെ അമ്മ ഒരു ജോലിക്കാരിയെ പോലെയല്ല, ഒരു ശത്രുവിനെ പോലെയാ അവളെ കണ്ടത്. നിനക്കറിയോ, മുത്തശ്ശിയുടെ ഫോണിൽ നിന്നും അലീന രേവതിക്കുട്ടിക്ക് അയച്ച മെസ്സേജുകളെല്ലാം കണ്ടാണ് ഞാൻ സത്യങ്ങൾ മനസ്സിലാക്കിയത്. ആ അലീന വൈജയ്ക്ക് അവിഹിതത്തിലുണ്ടായ കുട്ടിയാണെന്ന്. അതിനെക്കുറിച്ച് ഞാനോട് ചോദിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നത്. അങ്ങനെ ഗംഗേട്ടനടുത്ത് നീലഗിരിക്ക് ഞാൻ പോയിരുന്നു. അവിടെ പോയിട്ട് അവരോടും സത്യങ്ങളെല്ലാം ചോദിച്ചു. അങ്ങോട്ട് സത്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് ചോദിച്ചുകൊണ്ട് തന്നെ ഗംഗേട്ടന് വേറെ നിവൃത്തിയില്ലാതെ സത്യങ്ങളൊക്കെ പറയേണ്ടി വന്നു. ആ സമയത്താണ് എനിക്ക് അറ്റാക്ക് ഉണ്ടായതും ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതും നിന്റെ അമ്മയായിട്ട് ഞാൻ അകന്നു കഴിഞ്ഞതും. അല്ലാതെ ആ ഒരു സമയത്ത് ഇവളെ പിടിച്ചു നിർത്താൻ എനിക്ക് വേറെ കഥകളൊന്നും പറയാൻ തോന്നിയില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഇതെൻ്റെ മകളാണെന്ന്. ഇനി എന്നാണോ നിന്റെ അമ്മയെ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞത് ആ നിമിഷം ഞാൻ അവളെ ഉപേക്ഷിക്കും. അതുവരെ ഉള്ളൂ ഈ ബാലചന്ദ്രൻ വൈജ ബന്ധം. ഇപ്പോൾ എനിക്കവളെ കാണുന്നത് പോലും അറപ്പാ. അവളെ കാണുമ്പം എന്നെ ചതിച്ചതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു കുടുംബം മൊത്തമായി ചേർന്ന് കഴിഞ്ഞ 23 വർഷമായിട്ട് എന്നെ ചതിക്കല്ലായിരുന്നോടാ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ ഭാര്യ ഈ പരുവത്തിലായിരുന്നു പോലും എനിക്കറിയില്ലായിരുന്നു. ഞാനൊരു മണ്ടൻ, എല്ലാം നേടിയെന്ന് അഹങ്കരിച്ചൊരു മണ്ടൻ. വീട്, സ്വത്തുക്കൾ, ഷോറൂമുകൾ, നല്ലൊരു ഭാര്യ, മക്കൾ എല്ലാം ഉണ്ടെന്ന് കരുതി ഞാൻ ഒരുപാട് അഹങ്കരിച്ചു. എന്നാൽ അതൊന്നും ഇല്ലാന്ന് ഈശ്വരൻ എനിക്ക് കാണിച്ചു തന്നു. മക്കളില്ല, എനിക്ക് സമൂഹത്തിൽ ഒരു വിലയില്ല, എൻ്റെ ഭാര്യ ചതിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി. ഇവള് വന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. പക്ഷേ ഇപ്പോഴെങ്കിലും ഞാൻ സത്യങ്ങൾ അറിയണ്ടേ? അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ഞാനൊരു മണ്ടനായി മരിക്കേണ്ടി വരില്ലായിരുന്നോടാ എന്നൊക്കെ ചോദിക്കാണ്. എന്നിട്ട് രോഹിയോട് ചോദിക്കുന്നുണ്ട്, നീ പറ, ഞാൻ ചെയ്ത് തെറ്റാണോ?
നിന്റെ അമ്മയോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അവൾ കുറേ നിർബന്ധം അലീനെ ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്ന്. അലീനെയാണോ ഞാനാണോ വലുതെന്ന് ചോദിച്ചപ്പോൾ അലീനെ ഇറക്കി വിടില്ലാന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനാണെന്ന് രാത്രിയിൽ അവൾ കാറും കൊണ്ട് പോയത്. എന്നിട്ട് എൻ്റെ മനസാക്ഷി അനുവദിക്കാതെ അവളെ ഞാൻ കാണാൻ പോയിരുന്നു. പക്ഷേ രണ്ടാമത് നിന്റെ കേസിൽ എനിക്ക് അറ്റാക്ക് ഉണ്ടായിട്ട് പോലും അവളൊന്ന് അന്വേഷിക്കുക കൂടി ചെയ്തില്ല. ഇപ്പോഴും ഞാനെന്തോ വലിയ സംഭവമാണ്, ഞാൻ ഭയങ്കര പതിവ്രതയാണെന്ന് പറഞ്ഞുകൊണ്ടാ നിന്റെ അമ്മ നടക്കുന്നത്. ഈ സത്യങ്ങളെല്ലാം ഞങ്ങൾക്കറിയാന്ന് അവൾക്കറിയില്ലല്ലോ. ഞാൻ അറിഞ്ഞെന്നറിഞ്ഞാൽ ഒരു പക്ഷേ അവളുടെ റിയാക്ഷൻ ആയിരിക്കുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ബാലേട്ടനും ഗംഗേട്ടനും പിന്നെ ശിവേട്ടനും രാജീവനും ഗംഗേട്ടനൊക്കെ കൂടി ഞാൻ ഈ കാര്യം വൈദ്യുതി പറയില്ലെന്ന് പറഞ്ഞിരിക്കാം. എന്തായാലും ഞാൻ പറയുന്നില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരിക്കലും അവൾ അറിയുമ്പോൾ അറിയട്ടെന്ന് ഞാൻ കരുതി. ഡിവോഴ്സിനെങ്ങാനും അവൾ കോടതിയിലേക്ക് പോയാലേ ആ കോടതിയിൽ വെച്ച് അവളുടെ തൊലി ഞാനൊരിക്കും. അവളുടെ കഴിഞ്ഞകാല ചരിത്രങ്ങൾ മുഴുവനും ഞാനവിടെ വിളമ്പും, അവളെ നാറ്റിക്കും എന്നൊക്കെ പറയാണ്. അലീന പറയുന്നുണ്ട്, ഒരിക്കലും ഇതൊന്നും പറയണമെന്ന് കരുതിയല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അമ്മയെ ഒന്ന് കാണണം, ഒന്ന് കെട്ടിപ്പിടിക്കണം, ഒന്ന് സംസാരിക്കണം, അത്ര മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല എന്ന് പറയാണ്. ഇതെല്ലാം കേട്ട് രോഹിക്ക് ആകെപ്പാടെ എന്ത് പറയണമെന്നറിയില്ല കേട്ടോ. ബാലൻ പറയാണ്, നിന്റെ സംശയങ്ങളെല്ലാം ഇപ്പം മാറിയില്ലേ? ഇവൾ ആരാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. നിന്റെ സ്വന്തം ചോരയാ. നീ കിടന്ന അതേ ഗർഭപാത്രത്തിലാണ് അവളും കിടന്നത്. പക്ഷേ നിന്നെപ്പോലെ അവൾ വളരാൻ സാധിച്ചില്ല. ഒരു ഓർഫനേജിലെ അന്തേവാസിയായിട്ട്, ഒരു അനാഥയായിട്ടാണ് അവൾ വളർന്നത്. പക്ഷെ ഇനി അനാഥ അനുഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഒരച്ഛനുണ്ട് അവക്കിപ്പോ. പക്ഷേ അമ്മയെന്ന പൂതന അവിടെ കിടക്കല്ലേ എന്നൊക്കെ പറയാണ്. ആലീന പറയുന്നുണ്ട്, ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവണമെന്ന് ഞാൻ കരുതിയല്ല രോഹി. പക്ഷേ നിങ്ങളെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. ഒരു കുടുംബം കിട്ടിയതുപോലുള്ള ഒരു ഫീലായിരുന്നു. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ സന്തോഷത്തിന് ഒരുപാട് ആയുസില്ല എന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നൊക്കെ പറയാണ്. രോഹി ഒന്നും മിണ്ടാതെ അവിടുന്ന് തിരിച്ചിറങ്ങി പോകുന്നുണ്ട്. എന്താടാ നിനക്കൊന്നും പറയാനില്ലേ? അപ്പോൾ അലീനനെയും കൃഷ്ണനെയും അച്ഛനും നോക്കിയിട്ട് മിണ്ടാതെ തലയും കുനിച്ച് അവനോട് ഇറങ്ങി പോകുന്നുണ്ട്. അച്ഛാ, രോഹിയേട്ടൻ പോയിട്ട് അമ്മയോട് എന്തെങ്കിലും പറയുന്നെങ്കിൽ പറയട്ടെ. അവക്ക് അത്രയ്ക്ക് അഹങ്കാരം പാടില്ലല്ലോ. വേണ്ടച്ചാ, ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ അച്ഛനോട് രേവതിക്കുട്ടിക്ക് പറഞ്ഞ ആ ഒരു ഹോം നേഴ്സിന്റെ ജോലി ഞാൻ അങ്ങോട്ടേക്ക് പോവാ. വേണ്ട, അതിനൊന്നും ആവശ്യമില്ല. നീ പോവണ്ട. ഇല്ലച്ചാ, തൽക്കാലം ഞാനിവിടുന്ന് മാറുന്നതാണ് നല്ലത്. അത് മാത്രല്ല, അതെന്തുകൊണ്ടാ പോണേന്ന് ഞാൻ പറഞ്ഞല്ലോ. എങ്ങനെയെങ്കിലും ആ കുട്ടീനെ കണ്ടെത്തണം. ഗ്രേസറിയും മാമച്ചനുമൊക്കെ നമുക്ക് വേണ്ടി എന്തൊക്കെ സഹായങ്ങൾ ചെയ്തതാ. രോഹിയുടെ കാര്യത്തിന് നമുക്കിവിടെ ഒത്തിരി ഹെൽപ്പ് ചെയ്തവരല്ലേ. അപ്പം അവർ ഈ ഹെൽപ്പ് ചോദിക്കുമ്പം അത് ചെയ്തു കൊടുക്കണ്ടേ? എങ്ങനെയെങ്കിലും ഷെറിൻ്റെയും ജോബിച്ചിൻ്റെയും കുഞ്ഞെവിടാന്ന് കണ്ടെത്തണം. അതിന് ഞാൻ പോയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് പോണാച്ചാ എന്ന് പറയുന്നുണ്ട്. നിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അലീന അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറാവാണ്. സത്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വൈദ്യുതിയിലേക്ക് രോഹിയും ചെല്ലുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി സ്റ്റോറി അടുത്തൊരു അപ്ലോഡ് ചെയ്യാം. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഹൈപ്പും അതുപോലെ ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.